ജീവിതത്തെ ഭരിക്കുന്നു എന്ന ചിന്തയോടുകൂടെ ഇന്നത്തെ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. 34 സങ്കീർത്തനം 5 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഓരോ നിമിഷവും നാം മുൻപോട്ട് പോകുമെങ്കിൽ നമ്മുടെ തല ലജ്ജിതരായി താഴാതെ തല ഉയർത്തി മുൻപോട്ട് പോകുവാൻ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരും. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായത്തിൽ ലോത്തിൻ്റെ ഭാര്യയെ നാം കാണുന്നുണ്ട്. പുറകോട്ട് നോക്കരുത് എന്ന ദൈവിക കൽപ്പന ലംഘിച്ചുകൊണ്ട് അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി തീർന്നു എന്ന ചരിത്രമാണ് നമുക്ക് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നത്. അതേസമയം യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 13, 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി പാമ്പിൻ്റെ കടിയേറ്റ് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നവർ ആ സർപ്പത്തെ നോക്കി ജീവൻ പ്രാപിച്ചതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടും. അങ്ങനെ ആ ഉയർത്തപ്പെടുന്ന മനുഷ്യപുത്രനിലേക്ക് നോക്കുന്നവർ നിത്യമായ മരണത്തിൽ നിന്ന് നിത്യമായ ജീവങ്കിലേക്ക് കടക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായിത്തീരുന്നത്. ലോകത്തിൽ പാപത്തിൻ്റെ അടിമയായി പാപത്തിൽ മരിച്ച മനുഷ്യനെ നിത്യജീവൻ നൽകുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയുടെ കുലമരത്തിൽ യാഗമായി തീർന്നു. അവങ്കിലേക്ക് നോക്കിയവർ ഒരിക്കലും ലജ്ജിതരായിത്തീരുകയില്ല. നാം മത്തായി സുവിശേഷം 14 അധ്യായത്തിൻ്റെ 29, 30 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയച്ചു. ശിഷ്യന്മാർ കടലിലൂടെയുള്ള യാത്രയിൽ വല്ലാത്ത കോളും തിരമാലകളും വന്ന് മരണം പോലും മുൻപിൽ കണ്ട നിമിഷം യേശു രാത്രിയുടെ 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. യേശുവാണെന്ന് അറിഞ്ഞ പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാനും കൂടെ വരുവാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ വാക്ക് കേട്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പത്രോസ് ആ വെള്ളത്തിലേക്ക് ചുവടെടുത്ത് വയ്ക്കുവാൻ ഇടയായിത്തീർന്നു. മറ്റാരും ഇതിനു മുമ്പ് ചെയ്യാത്ത കാര്യം പത്രോസ് ഇവിടെ ചെയ്യുകയാണ്. ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം പത്രോസ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ചെയ്തു എന്നത് വ്യത്യസ്തമായ അനുഭവമാണ്. പത്രോസ് ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. നിശ്ചയമായിട്ടും ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നാം ജീവിതയാത്ര തുടരുമെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടാതെ ജീവിതയാത്രയിൽ ജയത്തോടെ മുൻപോട്ട് പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മുടെ കണ്ണുകളടച്ച് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പകൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഓരോ ചുവടുകളും വയ്ക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ നൈസ് ഡേ.